നമസ്കാരം. സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനയും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ്കുമാറും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. മന്ത്രിയുടെ ചേംബറിൽ വെച്ചായിരുന്നു ചർച്ച. CIT ഉൾപ്പെടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ ചർച്ചയിൽ പങ്കെടുത്തു. 15 ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ സമരത്തിലായിരുന്നു. പരിഷ്കാരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടെടുത്തിരുന്ന മന്ത്രി സമരം ശക്തമായതോടെയാണ് സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായതോടെയാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ചർച്ചയ്ക്ക് ശേഷം പുതിയ തീരുമാനങ്ങളും മന്ത്രി കെ.ബി. ഗണേഷ്കുമാർ വിശദീകരിച്ചു. ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം 15 വർഷത്തിൽ നിന്ന് 18 വർഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ല, എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. 2 ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം. മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഇളവുകൾ. ക്വാളിറ്റിയുള്ള ലൈസൻസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ടെസ്റ്റ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വെക്കും. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിലും മാറ്റം വരുത്തി. ഒരു MVI മാത്രമുള്ള സ്ഥലത്ത് പ്രതിദിനം 40 ടെസ്റ്റുകളും 2 MVIമാരുള്ള സ്ഥലത്ത് 80 ടെസ്റ്റുകളും പ്രതിദിനം നടത്തും. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനമായി. ഇത് പഠിക്കാൻ പുതിയ കമ്മീഷനെ നിയോഗിക്കും. പഴയതുപോലെ ആദ്യം H ടെസ്റ്റും അതിനുശേഷം റോഡ് ടെസ്റ്റും നടത്തും. KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 23-ന് CIT-യുമായി ചർച്ച നടത്താനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. ഇത് മാറ്റിയാണ് ഇന്ന് എല്ലാ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനമായത്. മന്ത്രി ചർച്ച നടത്തുമെന്ന ഉറപ്പിലാണ് നേരത്തെ സമരത്തിൽ നിന്ന് CIT പിന്നോട്ട് പോയത്. എന്നാൽ ഈ ഉറപ്പിൽ വിശ്വാസമർപ്പിക്കാതെ മറ്റ് സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പരിഷ്കരണം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകിയ ഹർജി ഹൈക്കോടതി 21-ന് പരിഗണിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലായിരുന്ന മന്ത്രി മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ് ഇന്ന് ചർച്ച വിളിച്ചത്. അതേസമയം പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായിരുന്നു ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നേരത്തെ നിർദ്ദേശം നൽകിയത്. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നതുവരെ H ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നതുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം. ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ നിലയിൽ നടത്തുന്നതിനായിട്ടാണ് സർക്കാർ പരിഷ്കാരം നടപ്പാക്കുന്നത്. അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. ഹൈക്കോടതി ഉത്തരവിനെ മാനിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ്കുമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. CIT നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ നേരിട്ട് ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നതിനും സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഇളവുകളും സാവകാശവും അനുവദിക്കാൻ സർക്കാർ സന്നദ്ധമായത്. ദിവസേനയുള്ള ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇക്കാര്യത്തിൽ അനുവദിക്കാവുന്ന പരമാവധി എണ്ണം വർദ്ധിപ്പിച്ചു നൽകാനാണ് സർക്കാർ തയ്യാറായതെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെച്ചതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ നേരത്തെ വിശദീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ പരിഷ്കാര നടപടികളുമായി മുന്നോട്ട് പോകുവാൻ ഹൈക്കോടതി അനുമതി നൽകിയതാണ്. സ്വന്തം ജീവന്റെ സുരക്ഷ പോലെ പ്രധാനമാണ് ഇതര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും കാൽനട യാത്രക്കാരും അടക്കമുള്ളവരുടെ ജീവനും. നിരത്തിൽ വാഹനം ഓടിക്കുവാൻ അർഹത നേടുന്നവർ അത് മനസ്സിലാക്കണം. അപ്രകാരം അവബോധവും ഡ്രൈവിംഗ് വൈദഗ്ധ്യവും പരിശീലിപ്പിക്കപ്പെട്ടവരെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി സജ്ജരാക്കുന്നതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ഉറപ്പുവരുത്തണം. ഇതൊന്നും പാലിക്കാതെയും നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ യഥേഷ്ടം ലൈസൻസുകൾ വിതരണം ചെയ്ത് നിരത്തുകളെ ചോരക്കളമാക്കുന്ന പ്രവണത തുടരുന്നത് അനുവദിക്കാനാവില്ലെന്നുമായിരുന്നു നേരത്തെ ഈ വിഷയത്തിലുള്ള മന്ത്രിയുടെ പ്രതികരണം.